السلام عليكم الحمد لله والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين أما بعد بسم الله العظيم القدرة والشان شديد البطش والبرهان حافظ الدين والقرآن بسم الله ما شاء الله كان أعوذ بكلمات الله التامات من كل شيطان وهمة ومن كل عين لامة الصلاة والسلام عليك يا سيدي يا رسول الله خذ بيدي خلت خينتي أدركني مرادي يا رسول الله الصلاة والسلام عليك يا سيدي يا رسول الله خذ بيدي خلت خيلتي أدركني مرادي يا رسول الله الصلاة والسلام عليك يا سيدي يا رسول الله خذ بيدي خلت خيلتي أدركني مرادي يا رسول الله സ്നേഹനിധികളായ എൻ്റെ മുഅ്മിനീങ്ങളെ, ഈ ഒരുമിച്ച് കൂടിയതുപോലെ നാളവന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ നാം ഏവരെയും ഒരുമിച്ച് കൂട്ടി അല്ലാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മിൽ നിന്നും അറിഞ്ഞും അറിയാതെയും രഹസ്യമായും പരസ്യമായും വന്നുപോയ സകലമാന പാപങ്ങളും അല്ലാഹു പുറത്തു മാപ്പാക്കി നൽകുമാറാകട്ടെ. അവന്റെ ഇഷ്ടദാസന്മാരിൽ അല്ലാഹു നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ധാരാളം ആളുകളാണ് ഈ സയ്യിദിയ്യ മജ്ലിസിലേക്ക് ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവർ. അവരെ ചെറുതും വലുതുമായ എല്ലാ ഹലാലായ മുറാദിനെയും നീ ഹാസിലാക്കണം അല്ലാഹ്. അവരുടെ ഉദ്ദേശങ്ങൾ നീ സഫലീകരിച്ചു കൊടുക്കണം അല്ലാഹ്. നീ പൊടിച്ചു കൊടുക്കണം അല്ലാഹ്. ഈ മജ്ലിസിൽ പങ്കെടുക്കുന്നവർക്ക് അവരെ ഹൃദയങ്ങളിൽ, അവരെ മനസ്സുകളിൽ, അവരെ കൽബുകളിൽ ധാരാളം മുറാദുകളുണ്ട് അല്ലാഹ്. നീ ഹാസിലാക്കി കൊടുക്കണം അല്ലാഹ്. അവർ ഉദ്ദേശം നീ സഫലീകരിച്ചു കൊടുക്കണം അല്ലാഹ്. അവരെ ചെറുതും വലുതുമായ എല്ലാ ഹലാലായ മുറാദിനെയും നീ ഹാസിലാക്കണം അല്ലാഹ്. നീ നിറവേറ്റി കൊടുക്കണേ റബ്ബേ. ഇൻഷാ അല്ലാഹ് പവിത്രമാക്കപ്പെട്ട റബീഉൽ ആഖിർ മാസത്തിലാണ് മുഅ്മിനീങ്ങളെ ഞാനും നിങ്ങളും ഈ സയ്യിദിയ്യ മജ്ലിസിൽ നമ്മൾ ഒരുമിച്ചിട്ടുള്ളത്. അല്ലാഹുവേ നീ സ്വീകരിക്കണം അല്ലാഹ്, നീ ഖബൂലാക്കണം അല്ലാഹ്. ഈ മാസത്തെ അല്ലാഹുവേ നീ സ്വീകരിക്കണം അല്ലാഹ്. ധാരാളം ദിക്റുകൾ ഞങ്ങൾ ചൊല്ലി, ഇസ്തിഗ്ഫാർ ഞങ്ങൾ ചൊല്ലി, സ്വലാത്തുൽ ഫാത്തിഹ ചൊല്ലി. അല്ലാഹുവേ നീ ഖബൂലാക്കണം അല്ലാഹ്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അഷ്റഫാക്കപ്പെട്ട റൗള ശരീഫിലേക്ക് നീ എത്തിക്കണേ റബ്ബേ. നീ എത്തിക്കണേ റബ്ബേ. നീ എത്തിക്കണേ റബ്ബേ. അല്ലാഹുവേ അതിന്റെ ഹഖ് ജാഉ ബർക്കത്ത് കൊണ്ട് നമ്മുടെ മജ്ലിസിൽ ഇരിക്കുന്നവർ ധാരാളം ആളുകൾ കടത്തിൽ പ്രയാസപ്പെടുന്നു. അല്ലാഹു വീട്ടാനുള്ള മാർഗ്ഗം എളുപ്പമാക്കി കൊടുക്കണം അല്ലാഹ്. ധാരാളം രോഗികൾ ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവര് അല്ലാഹുവിന് ആജിലായ കാമിലായ പരിപൂർണ ശിഫ കൊടുക്കണം അല്ലാഹ്. പരിപൂർണ ശിഫ കൊടുക്കണേ തമ്പുരാനെ. വലിയ പ്രയാസത്തിലും വലിയ അടങ്ങേറിലും വലിയ മുസീബത്തിലും വലിയ പ്രതിസന്ധിയിലും ദുരിതം അനുഭവിക്കുന്നവർ അല്ലാഹുവേ അതിൽ നിന്നൊക്കെ വലിയ സംരക്ഷണം ഈ സയ്യിദിയ്യ മജ്ലിസ് കൊണ്ട്
മഹാന്മാരായ ഉപ്പാപ്പമാരുടെ ഹഖ് ജാ ബർക്കത്തുള്ള മഹാന്മാരായ ഉപ്പാപ്പമാരുടെ കാവലുള്ള ഈ മജ്ലിസ് കൊണ്ട് അല്ലാഹു നീ നിറവേറ്റി കൊടുക്കണം. നീ നിറവേറ്റി കൊടുക്കണേ തമ്പുരാനെ. മഹാന്മാരായ ഉപ്പാപ്പമാരുടെ കാവൽ അല്ലാഹു ഈ മജ്ലിസിൽ പങ്കെടുക്കുന്ന എല്ലാവർക്കും നീ കൊടുക്കണം. നീ കൊടുക്കണം. ഞങ്ങളെ നീ തളർത്തല്ല റബ്ബേ, ഞങ്ങളെ നീ തളർത്തല്ല റബ്ബേ, ഞങ്ങളെ നീ കൊയക്കല്ല നാഥാ, ഞങ്ങളെ നീ കൊയക്കല്ല നാഥാ. ധാരാളം ആളുകളാണ് ഈ മജ്ലിസിലേക്ക് നിരന്തരമായി കടന്നു വരുന്നത്. അല്ലാഹുവേ നീ സ്വീകരിക്കണം അല്ലാഹ്, നീ കബൂലാക്കണം അല്ലാഹ്. ആയിരക്കണക്കിന് ആളുകളാണ് നമ്മുടെ മജ്ലിസ് വീക്ഷിക്കുന്നത്. അല്ലാഹുവേ നീ സ്വീകരിക്കണം അല്ലാഹ്, നീ കബൂലാക്കണം അല്ലാഹ്, നീ കബൂലാക്കണം അല്ലാഹ്. നമ്മളിലേക്ക് വരാനിരിക്കുന്ന മാസങ്ങൾ വലിയ പവിത്രമാക്കപ്പെട്ട മാസമാണ്, റബീഉൽ ആഖിർ മാസം. ഇനി നമ്മളിലേക്ക് കടന്നു വരാനിരിക്കുന്നത് ജമാദുൽ അവ്വൽ മാസമാണ്, വലിയ ശ്രേഷ്ഠതയേറിയ മാസമാണ്. ഇത് കഴിഞ്ഞാൽ ജമാദുൽ ഊലാ, റജബ്, ശഅബാൻ, റമളാൻ പവിത്രമാക്കപ്പെട്ട മാസങ്ങളാണ്. ദിനരാത്രങ്ങളും ദിനങ്ങളുമാണ് നമ്മളിലേക്ക് കടന്നു വരുന്നത്. അല്ലാഹുവിനെ സ്വീകരിക്കണം അല്ലാഹ്. പവിത്രമാക്കപ്പെട്ട റമളാനിൽ അല്ലാഹു ഞങ്ങളെ നീ എത്തിക്കണം അല്ലാഹ്. ഇന്നു മുതൽ ദുആ തുടങ്ങ്. റബീഉൽ ആഖിർ, ജമാദുൽ അവ്വൽ, ജമാദുൽ ഊലാ, റജബ്, ശഅബാൻ. ഈ ആറാമത്തെ മാസമായി നമ്മളിലേക്ക് കടന്നു വരാനിരിക്കുന്ന മാസം അത് പവിത്രമാക്കപ്പെട്ട റമളാൻ മാസമാണ്. റമളാൻ മാസമാണ്. നമ്മൾ ഇബാദത്തുകൾ ധാരാളമായി വർദ്ധിപ്പിക്കേണ്ടതുണ്ട്. നമ്മൾ ഇബാദത്തുകൾ ധാരാളമായിട്ട് വർദ്ധിപ്പിക്കേണ്ടതുണ്ട്. നിസ്കാരം പോലും ഖളാ ആയിട്ട് നിർവഹിക്കുന്നവർ കാരണം രാവിലെ എഴുന്നേറ്റ് സുബഹി കിട്ടും, അത് പിന്നെ കിട്ടും, സുബഹി നിസ്കാരം കിട്ടും. സഹോദരിമാരോട് ഞാൻ പറയുന്നത്, സുബഹി നിസ്കാരം അവർക്ക് കിട്ടും. പിന്നെയോ രാവിലത്തെ ഭക്ഷണം ഉണ്ടാക്കി അടിച്ചോരി തുടച്ച് മറ്റുള്ള പണിയൊക്കെ കഴിഞ്ഞ് ഒരു 9 മണിയൊക്കെ ആവുമ്പോഴേക്കും മക്കള് സ്കൂളിൽ പറഞ്ഞേക്കാൻ പോയി, പിന്നെയുള്ള പാത്രങ്ങളൊക്കെ കഴുകി വെച്ച് പിന്നെ ഒരു കൊണ്ടുപോവാണ്. എന്തേറ്റ് എത്ര മണിക്ക്? 12 മണിക്ക്. ളുഹറിന്റെ തൊട്ട് മുന്നേ ആയിട്ട് ഒരു കൂമ്പാരമായ ഒരു കെട്ടുമായിട്ട് തിരുമ്പാൻ പോവാണ്. ബാത്റൂമിലേക്ക് തിരുമ്പാൻ പോവാണ്. ഞാൻ കുറ്റപ്പെടുത്തില്ല, നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറയാം. ബാത്റൂമിലേക്ക് എല്ലാത്തവരുണ്ട് കേട്ടോ, ഇങ്ങനത്തെ ആളുകൾ ഉണ്ടെങ്കിൽ അത് തിരുത്താൻ വേണ്ടി മാത്രമാണ്. ബാത്റൂമിലേക്ക് പോവാണ് 12 മണിക്ക്. എന്നിട്ടാണെങ്കിലോ തിരുമ്പാണ്. തിരുമ്പി ബാങ്ക് കൊടുത്ത് കുറച്ചും കൂടി ആവട്ടെ, ളുഹർ ഇങ്ങനെ ഖളായി അസറിലേക്ക് ഇങ്ങനെ അടുക്കുകയാണ്. അപ്പോൾ നമ്മൾ കുളിക്കണത് തിരുമ്പി തോരട്ട് എല്ലാവരുടെ ഡ്രസ്സും പാവങ്ങളാണ് ഇതൊക്കെ ചെയ്യണം. ഇതൊക്കെ ഒരു വീട്ടിൽ ചെയ്യേണ്ടവരാണ്, പാവങ്ങളാണ്. അപ്പൊ ഇങ്ങനെ അസർ ബാങ്ക് കൊടുക്കുമ്പോഴാണ് കുളിക്കുന്നത്. അപ്പൊ എന്താ ളുഹർ അവിടെ പോയി അസർ ബാങ്ക് കൊടുത്തുമ്പോ കുളിച്ച് അപ്പൊ ളുഹർ അവിടെ പോവാണ്. ഒരിക്കലും നമ്മളത് ചെയ്യരുത്. കുറേ സഹോദരിമാരുടെ ളുഹർ ഖളാ ആവാണ്. അസറും പോകുന്നവരുണ്ട്. അങ്ങനെ മഗ്രിബും പോയി ഇശായിലേക്ക് എല്ലാം കൂട്ടിയടിക്കുകയാണ്. ഇശായിലേക്കെല്ലാം ഖളാ വീട്ടുകയാണ്. അങ്ങനത്തെ അവസ്ഥ നമുക്ക് ഉണ്ടാവരുത്. വൈല് എന്ന ഒരു നരകം അത് നിസ്കരിക്കുന്നവർക്കുള്ളതാണ്. അത് നിസ്കരിക്കുന്നവർക്കുള്ളതാണ്. അത്ഭുതപ്പെടും. നിസ്കരിക്കുന്നവർക്ക് നരകോ? വൈലെന്ന നരകം നിസ്കരിക്കുന്നവർക്കുള്ളതാണ്. വൈലെന്ന നരകം. എങ്ങനെയുള്ള നിസ്കാരം? ഇങ്ങനെയുള്ള കാട്ടിക്കൂട്ടലുകൾ, ആർക്കോ വേണ്ടിയുള്ള നിസ്കാരം, അതാണെങ്കിലും പെണ്ണാണെങ്കിലും അവർക്കുള്ളതാണ് വൈലെന്ന നരകം. നമ്മൾ നിസ്കാരത്തെ അശ്രദ്ധപ്പെടുത്തുന്നത്, നിസ്കാരത്തെ പിന്തിക്കുന്നവർക്ക്, അതായിട്ട് നിസ്കരിക്കാത്തവർക്ക് സമയമുണ്ടായിട്ടും അതായിട്ട് ഖളാ ആയിട്ട് നിസ്കരിക്കുന്നവർക്കുള്ളതാണ് വൈലെന്ന നരകം. അവർക്കുണ്ട് നരകം.
അതുകൊണ്ട് നമ്മുടെ നിസ്കാരങ്ങൾ, നമ്മുടെ ഇബാദത്തുകൾ ക്ലിയർ ആക്കേണ്ടതുണ്ട്. നമ്മളെ സമയം അടുത്താൽ ഒരു നിമിഷം പോലും അല്ലാഹു വിട്ടുതരൂല. ഇദാ ജാ അജലുഹാ വല്ലാഹു ഹബീറും ബിമാ തഅമലൂൻ. ഒരു നിമിഷം, ഒരു അണുമണി തൂക്കം, ഇതാ ഞാൻ എൻ്റെ നിസ്കാരങ്ങളെല്ലാം ഞാൻ ഖളാ ഇട്ടാൻ, ഞാൻ ചെയ്ത തെറ്റുകൾക്കെല്ലാം ഞാൻ പൊറുക്കലിനെ തേടാം, ഞാൻ ധാരാളമായി സ്വതക്കകൾ കൊടുക്കാം, എൻ്റെ അടുത്ത് സമ്പത്തുണ്ട്, എൻ്റെ അടുത്ത് സമ്പാദ്യമുണ്ട്, ഞാൻ ദീനിനു വേണ്ടി ചെലവാക്കാം എന്ന് പറഞ്ഞിട്ട് ഒരു നിമിഷം പോലും അല്ലാഹു ഇദാ ജാ അജലുഹാ വല്ലാഹു ഖബീറും ബിമാ തഅമലൂൻ. അല്ലാഹു ഒരു നിമിഷം പോലും അല്ലാഹു എന്നെ പിന്തിക്കൂല, നിങ്ങളെ പിന്തിക്കൂല. അത് സമയം വരുന്ന സമയത്ത് നമ്മളെല്ലാം കൊണ്ടും ക്ലിയർ ആവണം, എല്ലാം കൊണ്ടും ക്ലിയർ ആവണം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഇൻഷാ അല്ലാഹ് നീട്ടി വലിച്ചു കൊണ്ടുപോകുന്നില്ല. ഇൻഷാ അല്ലാഹ് എല്ലാവരും പ്രതീക്ഷിക്കുന്നത് മജ്ലിസിന് വേണ്ടിയാണ്. 2 ദിവസമായി നമ്മളെ മജ്ലിസ് ഉണ്ടായിട്ട് ഓരോരോ പരിപാടികളായതുകൊണ്ടാണ് കുറേ ആളുകൾ വിളിക്കുന്നവരുണ്ട്. നമ്മുടെ മുഹിബ്ബീങ്ങൾ, ഈ മജ്ലിസിന്റെ മുഹിബ്ബീങ്ങൾ, ഇതിന്റെ ഖാദിമീങ്ങൾ, ഈ മജ്ലിസിന്റെ പ്രചാരകർ, അല്ലാഹുവിനെ തളർത്തല റബ്ബേ, നീ ഖയക്കല്ല റബ്ബേ. ഓരോരുത്തരും വിളിച്ചു ചോദിക്കുകയാണ്, ഞങ്ങളെ ഇന്നലെ മജ്ലിസ് ഉണ്ടായിരുന്നല്ലോ, 2 ദിവസമായാലും മജ്ലിസ് ഉണ്ടായിട്ട് എന്താണ് ബുദ്ധിമുട്ടുകളുണ്ടോ, അത് നാട്ടിലില്ലേ, പുറത്താണോ എന്നൊക്കെ അന്വേഷിച്ച് വിളിക്കുന്നവർ ഇൻഷാ അല്ലാഹ് നാട്ടിലുണ്ട്. ഓരോരോ പരിപാടികളാണ്. അതുകൊണ്ടാണ് എത്തിപ്പെടാൻ ലേറ്റ് ആകുന്ന സമയത്താണ് നമ്മളെ മജ്ലിസുകൾ ഇല്ലാതിരിക്കുന്നത്. ഇൻഷാ അല്ലാഹ് എല്ലാ മജ്ലിസിലും ഉള്ള മജ്ലിസുകളിൽ എല്ലാത്തിലും അല്ലാഹുവേ പങ്കെടുക്കാൻ ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണം അല്ലാഹ്. ധാരാളമായി ദിക്ർ, ഇസ്തിഗ്ഫാറുകൾ, സ്വലാത്തുൽ ഫാത്തിഹ ചൊല്ലാൻ അല്ലാഹുവേ ഞങ്ങൾക്ക് നീ ഭാഗ്യം നൽകണം അല്ലാഹ്. നീ തൗഫീഖ് തന്ന് അനുഗ്രഹിക്കണേ തമ്പുരാനെ. ഇൻഷാ അല്ലാഹ് നമ്മൾ മജ്ലിസിലേക്ക് കടക്കണം. എല്ലാവരും ആത്മാർത്ഥമായിട്ട് ഇഖ്ലാസോടുകൂടി എൻ്റെ കൂടെ ചൊല്ലി ദുആയിലും പങ്കെടുത്തേ പിരിയാവും. അല്ലാഹു സ്വീകരിക്കട്ടെ. إلى حضرة حبيبنا وشفيعنا مصطفى محمد صلى الله عليه وسلم. الفاتحة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين. إياك نعبد وإياك نستعين. اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. آمين. وإلى حضرة الأنبياء والأولياء والعلماء والشهداء والصديقين والصالحين. الفاتحة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين. إياك نعبد وإياك نستعين. اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. آمين. إلى حضرة سيدنا وسندنا قطب الرباني والعوس السمداني ملاذنا الشيخ محي الدين عبد القادر الجيلاني قدس الله سره العزيز. الفاتحة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين. إياك نعبد وإياك نستعين. اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. آمين. وإلى حضرة سيدنا وسندنا سلطان العارفين أحمد الكبير الرفائي قدس الله سره العزيز. الفاتحة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين. إياك نعبد وإياك نستعين. اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين.
الضالين آمين. وإلى حضرة سيدنا وسندنا أبو الحسن الشاذلي قدس الله سره العزيز الفاتحة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين. إياك نعبد وإياك نستعين. اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. وإلى حضرة سيدنا وسندنا فقر الدين والسلواري قدس الله سره العزيز الفاتحة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين. إياك نعبد وإياك نستعين. اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. وإلى حضرة سيدنا وسندنا سلطان الحند خواجة معين الدين الجسطي الأجميري قدس الله سره العزيز الفاتحة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين. إياك نعبد وإياك نستعين. اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. وإلى حضرة سيدنا وسندنا إبراهيم بادشاه يربدي قدس الله سره العزيز الفاتحة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين. إياك نعبد وإياك نستعين. اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. وإلى حضرة سيدنا وسندنا شاه الأميد الناوري قدس الله سره العزيز الفاتحة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين. إياك نعبد وإياك نستعين. اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. وإلى حضرة سيدنا وسندنا داود الحكيم الطفيلي قدس الله سره العزيز الفاتحة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين. إياك نعبد وإياك نستعين. اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. وإلى حضرة سيدنا وسندنا قطب الزمان السيد علوي المنفرمي قدس الله سره العزيز الفاتحة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين. إياك نعبد وإياك نستعين. اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. وإلى حضرة سيدنا وسندنا قطب الزمان جدي حسن زمن الليل كدلندي قدس الله سره العزيز الفاتحة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين. إياك نعبد وإياك نستعين. اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. وإلى حضرة سيدنا وسندنا سليمان جن قدس الله سره العزيز الفاتحة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين. إياك
نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. وإلى حضرة سيدنا وسندنا سيما دموري قدس الله سره العزيز الفاتحة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. أرحم الراحمين يا രാജാതിരാജനായ മലിക്കുൽ ജബ്ബാറായ മാലിക്കുൽ മുലൂക്കായ അല്ലാഹ് ഞങ്ങളെ വിളിച്ചായിട്ടുള്ള ഫാത്തിഹയെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ റൗള ശരീഫിലേക്ക് നീ എത്തിക്കണം അല്ലാഹ്. അല്ലാഹുവേ മഹാന്മാരായ ഔലിയാക്കളെ ഹദ്റത്തിലേക്ക് നീ എത്തിക്കണം അല്ലാഹ്. റഹ്മാൻ റഹീമീനായ തമ്പുരാനെ അല്ലാഹുവേ ഫാത്തിഹയുടെ ഹഖ് ജാ ബർക്കത്ത് കൊണ്ട് ഞങ്ങളെ സകലമായ പ്രയാസങ്ങൾ നീ മാറ്റി നൽകണമല്ലോ. ഞങ്ങളെ ബുദ്ധിമുട്ടുകൾ നീ തീർത്ത് നൽകണമല്ലോ. ജീവിതത്തിൽ ഖൈർ നൽകണമല്ലോ. എല്ലാ ശർറുകളും നീ വിദൂരത്താക്കണമല്ലോ. എല്ലാ ശർറുകളും നീ വിദൂരത്താക്കണമല്ലോ. ഖൈർ അല്ലാഹുവേ നീ അടുപ്പിച്ച് നൽകണമല്ലോ. ഖൈറിന്റെ കവാടങ്ങളല്ലോ ഞങ്ങൾക്ക് നീ തുറന്നിട്ട് നൽകണമല്ലോ. ഞങ്ങൾക്ക് നീ തുറന്നിട്ട് നൽകണമല്ലോ. ഈ മജ്‌ലിസിൽ പങ്കെടുക്കുന്നവർക്ക് ധാരാളം പ്രയാസങ്ങളും ധാരാളം പ്രതിസന്ധികളും ഉണ്ട് അല്ലാഹ്. അല്ലാഹുവേ നീ തീർത്ത് നൽകണമല്ലോ. ജീവിത വിജയികളിൽ ചേർക്കണമല്ലോ. ജീവിത വിജയികളിൽ അല്ലാഹ് ഞങ്ങളെ നീ ചേർക്കണേ തമ്പുരാനേ. ഇൻഷാ അല്ലാഹ് നമ്മൾ ദിക്റിലേക്ക് കടക്കാണ്. എല്ലാവരും ആത്മാർത്ഥമായിട്ട് ഇഖ്ലാസോടുകൂടി എൻ്റെ കൂടെ ചൊല്ല. ദിക്റുകളുടെ കൂട്ടത്തിൽ ഏറ്റവും ശ്രദ്ധമാക്കപ്പെട്ട ദിക്ർ, നമ്മളെല്ലാ മജ്‌ലിസിലും നമ്മൾ ചൊല്ലുന്നതായിട്ടുള്ള ദിക്ർ, എപ്പോഴും നമ്മൾ പതിവാക്കേണ്ട ദിക്ർ, അല്ലാഹുവിന് ഏറ്റവും ഇഷ്ടമുള്ള ദിക്ർ, ഏറ്റവും ഇഷ്ടപ്പെട്ട ദിക്ർ, മിസാൻ എന്ന തുലാസിൽ ഏറ്റവും ഭാരം കൂടുന്നതായിട്ടുള്ള ദിക്ർ ഏതാണ്? ആ ദിക്ർ ലാ ഇലാഹ ഇല്ലല്ലാഹ് 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 ലാ ഇലാഹ ഇല്ലല്ലാഹ്
അർഹമുറാഹിമീനായ രാജാധിരാജനായ മലിക്കുൽ ജബ്ബാറായ മാലിക്കുൽ മുലൂക്കായ അല്ലാഹ് നമ്മൾ ചൊല്ലിയതായിട്ടുള്ള ഈ ദിക്റിനെ അല്ലാഹുവിനെ സ്വീകരിക്കണം അല്ലാഹ്. ഈ തഹ്ലീൽ നീ സ്വീകരിക്കണം അല്ലാഹ്. അല്ലാഹുവേ ഞങ്ങൾ മരണപ്പെട്ടു പോയവരുടെ ഖബറിലേക്ക് നീ എത്തിക്കണം അല്ലാഹ്. ഞങ്ങൾ ചൊല്ലിയതും പറഞ്ഞതുമായിട്ടുള്ളതിന്റെ മിസ്ൽ സവാബ് അല്ലാഹുവേ ഞങ്ങൾ മരണപ്പെട്ടു പോയവരുടെ ഖബറിലേക്ക് നീ എത്തിക്കണം അല്ലാഹ്. അല്ലാഹുവിന്റെ ഖബറിടം നീ പ്രകാശിപ്പിക്കണം അല്ലാഹ്. നീ പ്രകാശിപ്പിക്കണം അല്ലാഹ്. അല്ലാഹുവേ ഞങ്ങളെ മാതാപിതാക്കൾ ഇന്ന് ഖബറിലാണ് അല്ലാഹ്. അല്ലാഹുവേ നീ മഗ്ഫിറത്ത് കൊടുക്കണം അല്ലാഹ്. നീ മർഹമത്ത് കൊടുക്കണം അല്ലാഹ്. അല്ലാഹുവേ ഖബർ ജീവിതം നീ റാഹത്തിലാക്കണം അല്ലാഹ്. ഇന്നല്ലെങ്കിൽ നാളെ ഞങ്ങൾക്കും മരിക്കാനുള്ളതാണ് അല്ലാഹ്. ഞങ്ങളും മൗത്താകും അല്ലാഹ്. അല്ലാഹുവേ ആ സമയത്ത് മുഖത്ത് ഈമാനിന്റെ പ്രഭ നൽകണം അല്ലാഹ്. ഖബറിൽ രക്ഷ നൽകണം അല്ലാഹ്. നിന്റെ മലാക്കന്മാരുടെ സഹായം ഖബറിൽ നൽകണം അല്ലാഹ്. ഖബറിൽ നൽകണം അല്ലാഹ്. ഖബറിൽ നൽകണേ തമ്പുരാനേ. ഇൻഷാ അല്ലാഹ് ഇനി മജ്ലിസിൽ ചൊല്ലുന്ന അടുത്ത ദിക്ർ യാ ഹയ്യ യാ ഖയ്യൂം 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 റഹ്മാനായ രാജാധിരാജനായ മലിക്കുൽ ജബ്ബാറായ മാലിക്കുൽ മുലൂക്കായ അല്ലാഹ്. അല്ലാഹുവേ ഞങ്ങൾ ഈ ചൊല്ലിയ ദിക്ർ നീ സ്വീകരിക്കണം അല്ലാഹ്. അല്ലാഹുവേ നീ ഖബൂലാക്കണം അല്ലാഹ്. ഈ സയ്യിദി മജ്ലിസിന്റെ ഹഖ് ജാ ബർക്കത്ത് കൊണ്ട് ഈ ദിക്റിന്റെ ഹഖ് ജാ ബർക്കത്ത് കൊണ്ട് മഹാന്മാരായ ഔലിയാക്കളുടെ ഹഖ് ജാ ബർക്കത്ത് കൊണ്ട് നമ്മുടെ ഉപ്പാപ്പമാരുടെ ഹഖ് ജാ ബർക്കത്ത് കൊണ്ട് ഈ മജ്ലിസിൽ പങ്കെടുക്കുന്നവർക്ക് നീ പ്രയാസങ്ങൾ കൊടുക്കല്ല അല്ലാഹ്. നീ വിഷമങ്ങൾ കൊടുക്കല്ല അല്ലാഹ്. അല്ലാഹുവേ വിഷമങ്ങളും പ്രയാസങ്ങളും ഇടങ്ങേറുകളും മുസീബത്തുകളും എല്ലാ ബലാകളും നീ തീർത്തു കൊടുക്കണം അല്ലാഹ്. ജീവിത വിജയികളിൽ ചേർക്കണം അല്ലാഹ്. കടമുള്ളവർ ഈ മജ്ലിസിൽ പങ്കെടുക്കുന്നവരുണ്ട് അല്ലാഹ്. വീട്ടാനുള്ള മാർഗം നീ എളുപ്പമാക്കണം അല്ലാഹ്. ലക്ഷക്കണക്കിന് കടമുള്ളവര് കോടിക്കണക്കിന് കടമുള്ളവര് അല്ലാഹുവിനെ വീട്ടാനുള്ള മാർഗം നീ എളുപ്പമാക്കണം അല്ലാഹ്. അതിന്റെ ത്വരീക്ക് നീ എളുപ്പമാക്കി കൊടുക്കണല്ലോ. എളുപ്പമാക്കി കൊടുക്കണേ തമ്പുരാനേ. ഇൻഷാ അല്ലാഹ് അടുത്ത ദിക്ർ ഈ മജ്ലിസിൽ ചൊല്ലുന്ന അടുത്ത ദിക്ർ യാദൽ ജലാലി വൽ ഇക്റാം ഇത്നാ അലാ ദീനിൽ ഇസ്ലാം 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 യാദൽ ജലാലി വൽ ഇക്റാം ഇത്നാ അലാ ദീനിൽ ഇസ്ലാം
الإسلام يا ذا الجلال والإكرام اتنا على دين 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 الإسلام يا ذا الجلال والإكرام أمتنا على دين الإسلام أرحم الراحمين يا രാജാതിരാജനായ മലിക്കുൽ ജബ്ബാറായ മാലിക്കുൽ മലൂക്കായ അല്ലാഹുവേ ഞങ്ങൾ ഈ ചൊല്ലിയതായിട്ടുള്ള ദിക്റിനെ നീ സ്വീകരിക്കണം അല്ലാഹ് ഞങ്ങളുടെ പ്രയാസങ്ങൾ നീ മാറ്റി നൽകണം അല്ലാഹ് ഞങ്ങളുടെ ബുദ്ധിമുട്ടുകൾ നീ തീർത്ത് നൽകണം അല്ലാഹ് അല്ലാഹുവേ ഞങ്ങൾ ചൊല്ലിയതായ ദിക്ർ നീ സ്വീകരിക്കണം അല്ലാഹ് ജീവിതത്തിൽ ഖൈറുകൾ നൽകണം അല്ലാഹ് ജീവിതത്തിൽ ഖൈർ നൽകണം അല്ലാഹ് അല്ലാഹുവേ ഞങ്ങൾക്ക് നീ ഈമാൻ നൽകണം അല്ലാഹ് ഇഖ്ലാസ് ഞങ്ങൾക്ക് നീ നൽകണം അല്ലാഹ് ഇബാദത്തിന് നല്ല ഖുശൂ' നൽകണം അല്ലാഹ് നല്ല ഇഖ്ലാസ് നൽകണം അല്ലാഹ് നല്ല ആത്മാർത്ഥത നൽകണം അല്ലാഹ് ആത്മാർത്ഥത ഞങ്ങൾക്ക് നീ നൽകണം അല്ലാഹ് അല്ലാഹുവേ പ്രയാസങ്ങൾ ഞങ്ങൾക്ക് നീ നൽകല്ലേ അല്ലാഹ് ഞങ്ങളെല്ലാ ആഗ്രഹങ്ങളും ഞങ്ങളെല്ലാ മുറാദുകളും നീ സഫലീകരിക്കണം അല്ലാഹ് ഈ വലിയതായി മജ്ലിസിന്റെ ഹഖ് ജാ ബർക്കത്ത് കൊണ്ട് മഹാന്മാരുടെ കാവലുള്ള ഈ മജ്ലിസിന്റെ ഹഖ് ജാ ബർക്കത്ത് കൊണ്ട് അല്ലാഹുവേ നീ വിജയം നൽകണം അല്ലാഹ് അല്ലാഹുവേ ഞങ്ങളുടെ മക്കൾക്ക് അല്ലാഹ് നീ വിജയം നൽകണം അല്ലാഹ് അല്ലാഹുവേ ഞങ്ങളുടെ ഭർത്താക്കന്മാർക്ക് നീ വിജയം നൽകണം അല്ലാഹ് ഞങ്ങളുടെ ഭാര്യമാർക്ക് നീ വിജയം നൽകണം അല്ലാഹ് അല്ലാഹുവരുടെ ജോലിയിലെല്ലാം നീ ബർക്കത്ത് നൽകണം അല്ലാഹ് ജോലിയിലെല്ലാം നീ വിജയം നൽകണം അല്ലാഹ് ജോലിയിലെല്ലാം നീ വിജയം നൽകണേ തമ്പുരാനേ സലാത്തുൽ ഫാത്തിഹ ചൊല്ലാം സലാത്തുൽ ഫാത്തിഹ ആത്മാർത്ഥമായി ചൊല്ലാം അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ അൽ ഫാത്തിഹ ലിമാ ഉലിഖ വൽ ഖാതിമ ലിമാ സബഖ നാസിറുൽ ഹഖ് ബിൽ ഹഖ് വൽ ഹാദി ഇലാ സിറാത്തിക്കൽ മുസ്തഖീം വഅലാ ആലിഹി ഹഖ ഖദ്രിഹി വമിഖ്ദാരിഹിൽ അളീം അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ അൽ ഫാത്തിഹ ലിമാ ഉലിഖ വൽ ഖാതിമ ലിമാ സബഖ നാസിറുൽ ഹഖ് ബിൽ ഹഖ് والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق
ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم. اللهم صل على سيدنا محمد الفاتح لما خلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم. اللهم صل على سيدنا محمد الفاتح لما خلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم. اللهم صل على سيدنا محمد الفاتح لما خلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم. اللهم صل على سيدنا محمد الفاتح لما خلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم. اللهم صل على سيدنا محمد الفاتح لما خلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم. اللهم صل على سيدنا محمد الفاتح لما خلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم. اللهم صل على سيدنا محمد الفاتح لما خلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم. اللهم صل على سيدنا محمد الفاتح لما خلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم. اللهم صل على سيدنا محمد الفاتح لما خلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم. اللهم صل على سيدنا محمد الفاتح لما خلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم. اللهم صل على سيدنا محمد الفاتح لما خلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم. اللهم صل على سيدنا محمد الفاتح لما خلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم. اللهم صل على سيدنا محمد الفاتح لما خلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم. اللهم صل على سيدنا محمد الفاتح لما خلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم. اللهم صل على سيدنا محمد الفاتح لما خلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم. اللهم صل على سيدنا محمد الفاتح لما خلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم. اللهم صل على سيدنا محمد الفاتح لما خلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم. اللهم صل على سيدنا محمد الفاتح لما خلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم. اللهم صل على سيدنا محمد الفاتح لما خلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم. اللهم صل على سيدنا محمد الفاتح لما خلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم. اللهم صل على سيدنا محمد الفاتح لما خلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم. اللهم صل على سيدنا محمد الفاتح لما خلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم. اللهم صل على سيدنا محمد الفاتح لما خلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم.
العظيم الرحم الراحمين يا രാജാതിരാജനായ മലിക്കുൽ ജബ്ബാറായ മാലിക്കുൽ മുലൂക്കായ അല്ലാഹുവേ ഞങ്ങൾ ചൊല്ലിയതായിട്ടുള്ള ഈ സ്വലാത്തുൽ ഫാത്തിഹയെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ശറഫാക്കപ്പെട്ട ആ റൗള ശരീഫിലേക്ക് നീ എത്തിക്കണം അല്ലാഹ്. അതിന്റെ ഹഖ് ജാ ബർക്കത്ത് കൊണ്ട് ഞങ്ങളെ സകലമാന പ്രയാസങ്ങൾ നീ മാറ്റി നൽകണം അല്ലാഹ്. ഞങ്ങളെ ബുദ്ധിമുട്ടുകൾ നീ തീർത്ത് നൽകണം അല്ലാഹ്. ജീവിത വിജയികളിൽ അല്ലാഹ് ഞങ്ങളെ നീ ചേർക്കണം അല്ലാഹ്. ഞങ്ങളെ നീ ചേർക്കണം അല്ലാഹ്. ദുനിയാവിലുള്ള സകലമാന ആളുകൾ ഞങ്ങളെ വെറുത്താൽ ഞങ്ങൾക്കൊരു പ്രയാസവുമില്ല അല്ലാഹ്. നീ ഞങ്ങളെ വെറുക്കല്ല അല്ലാഹ്. നീ ഞങ്ങളെ കൈവടിയല്ല തമ്പുരാനെ. നീ ഞങ്ങളെ കൈവിടല്ല അല്ലാഹ്. ഞങ്ങളെ കൈവടിയല്ല തമ്പുരാനെ. ദുനിയാവിലുള്ള സകലമാന ആളുകൾ ഞങ്ങൾ ഇട്ടം വെച്ചാലും ഞങ്ങൾക്കത് കൊണ്ടൊരു നേട്ടവുമില്ല അല്ലാഹ്. നീ ഞങ്ങളെ ഇട്ടം വെക്കണേ അല്ലാഹ്. അല്ലാഹുവേ ഞങ്ങളെ നീ വെറുതെയാക്കല്ല അല്ലാഹ്. ഞങ്ങളെ നീ വെറുതെയാക്കല്ല അല്ലാഹ്. ഈ മജ്ലിസിനെ നീ വെറുതെയാക്കല്ല അല്ലാഹ്. നീ വെറുതെയാക്കല്ല അല്ലാഹ്. ഇൻഷാ അല്ലാഹ് ഇനി മജ്ലിസിന്റെ കമന്റ് സെക്ഷനിൽ വന്ന കുറച്ച് ദുആ വസിയത്തുകൾ വായിച്ച് നമുക്ക് കൂട്ടമായി ദുആ ചെയ്തു പിരിയാം. അല്ലാഹു സ്വീകരിക്കട്ടെ, അല്ലാഹു ഖബൂലാക്കട്ടെ. എൻ്റെ രണ്ടു മക്കൾ ഗൾഫിലാണ്. അവർ ജോലി ചെയ്യുന്ന സ്ഥലത്ത് സന്തോഷവും സമാധാനവും കിട്ടാൻ ദുആ ചെയ്യണം. ഞങ്ങളുപ്പാ ഒരാൾ അവിടെ നിന്നും മാറുകയാണ് എന്നൊക്കെ പറയുന്നു. അവർ അവിടെ തന്നെ നിന്ന് പോവാൻ ദുആ ചെയ്യണേ. അല്ലാഹുവേ ജോലിയിൽ നീ ബർക്കത്ത് കൊടുക്കണം അല്ലാഹ്. സന്തോഷവും സമാധാനവും നീ കൊടുക്കണേ തമ്പുരാനെ. എൻ്റെ ഉമ്മയും വല്യമ്മയും രണ്ട് സഹോദരന്മാർ 33 വയസ്സ് 24 വയസ്സിൽ മരണപ്പെട്ടിട്ടുണ്ട്. അവർക്ക് വേണ്ടി പ്രത്യേകമായി ദുആ ചെയ്യണേ. അല്ലാഹുവേ ഖബറുടെ നീ റാഹത്തിലാക്കണം അല്ലാഹ്. സ്വർഗ്ഗ സന്തോഷപൂരിതമാക്കി കൊടുക്കണേ റബ്ബേ. മക്കൾക്ക് ഹൈറായ കല്യാണം പെട്ടെന്ന് ശരിയാവാൻ ഞങ്ങളിപ്പോ പ്രത്യേകമായി ദുആ ചെയ്യണേ. ഖൈറായ സ്വാലിഹത്തായ ഞങ്ങളെ നീ അടുപ്പിച്ച് കൊടുക്കണം അല്ലാഹ്. ഈ മജ്ലിസിന്റെ ഹഖ് ജാ ബർക്കത്ത് കൊണ്ട് ഞങ്ങളെ കടങ്ങൾ വിടാനും ഞങ്ങൾക്ക് ഖൈറായ ഒരു വീട് കിട്ടാനും ഞങ്ങളിപ്പോ പ്രത്യേകമായി ദുആ ചെയ്യണേ. അല്ലാഹുവേ കടങ്ങൾ വീട്ടാനുള്ള മാർഗം ഈ മജ്ലിസിന്റെ ഹഖ് ജാ ബർക്കത്ത് കൊണ്ട് അല്ലാഹുവേ കടങ്ങൾ വീട്ടാനുള്ള മാർഗം എളുപ്പമാക്കി കൊടുക്കണം അല്ലാഹ്. ഒരു ഖൈറായ ഒരു ഭവനം ഒരു മസ്കൻ നീ അടുപ്പിച്ച് കൊടുക്കണം അല്ലാഹ്. എൻ്റെ മകളെ മാറിടത്തിൽ വേദനയാണ് മാറാൻ ദുആ ചെയ്യണേ. അല്ലാഹു ആജിലായ കാമിലായ പരിപൂർണ ശിഫ കൊടുക്കണേ തമ്പുരാനെ. അൽഹംദുലില്ലാഹ് നാദാ ഒരുപാട് വിഷമങ്ങളും ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളുണ്ട് റബ്ബേ. ഞങ്ങളെല്ലാവരെയും ബുദ്ധിമുട്ടിൽ നിന്നും വിഷമങ്ങളിൽ നിന്നും പ്രയാസങ്ങളിൽ നിന്നും മാറ്റി റാഹത്തുള്ള ജീവിതം കിട്ടാൻ ദുആ ചെയ്യണേ. ഇൻഷാ അല്ലാഹ് ഖൈറായ റാഹത്തുള്ള ജീവിതം ഈ മജ്ലിസിൽ പങ്കെടുക്കുന്ന എല്ലാവർക്കും നീ കൊടുക്കണേ റബ്ബേ. നീ കൊടുക്കണേ നാഥാ. ഭർത്താവിൻ്റെ എല്ലാ ഹറാമുകളും ഇല്ലാതിരിക്കാനും എന്നോട് നല്ല സ്നേഹത്തോടെ പെരുമാറാനും ദുആ ചെയ്യുന്ന ഞങ്ങളിപ്പോ അല്ലാഹുവേ ഹറാമുകളിൽ നല്ല എല്ലാം നീ സംരക്ഷണം കൊടുക്കണമല്ലോ. നല്ല സ്വഭാവം നീ കൊടുക്കണമല്ലോ. സ്നേഹം കൊടുക്കണമല്ലോ. കടങ്ങൾ കൊണ്ട് പ്രയാസത്തിലാണ് ഞങ്ങളെ കടം വിടാൻ ദുആ ചെയ്യണേ അല്ലാഹുവേ. കടങ്ങൾ വീട്ടാനുള്ള മാർഗം എളുപ്പമാക്കി കൊടുക്കണമല്ലോ. കൊടുത്ത പൈസ തിരിച്ചു കിട്ടാനും പൊന്നും പൈസയും തിരിച്ചു കിട്ടാൻ ഞങ്ങളിപ്പോ പ്രത്യേകമായി ദുആ ചെയ്യണം അല്ലാഹുവേ. അല്ലാഹു എത്രയും പെട്ടെന്ന് കരങ്ങളിലേക്ക് എത്തിച്ചു കൊടുക്കണമല്ലോ. കടങ്ങൾ വീടാനും മക്കൾ സ്വാലിഹീങ്ങളായി വളരാനും മകൻക്ക് എൻട്രൻസ് പരീക്ഷയിൽ ഉയർന്ന മാർക്ക് കിട്ടാനും ഓർമ്മശക്തിയും ബുദ്ധിശക്തിയും വർദ്ധിക്കാനും ടെൻഷൻ മാറാനും നമ്മളിപ്പോ പ്രത്യേകമായി ദുആ ചെയ്യണേ അല്ലാഹുവേ. കടങ്ങൾ വീട്ടാനുള്ള മാർഗം എളുപ്പമാക്കി കൊടുക്കണമല്ലോ. അല്ലാഹുവേ മക്കളെ സ്വാലിഹീങ്ങളിൽ ചേർക്കണമല്ലോ. എൻട്രൻസ് പരീക്ഷയിൽ ഉയർന്ന മാർക്കും അല്ലാഹുവേ അഭിവൃദ്ധി നീ കൊടുക്കണമല്ലോ. നീ കൊടുക്കണമല്ലോ. ടെൻഷൻ നീ മാറ്റി കൊടുക്കണമല്ലോ. അസ്സലാമു അലൈക്കും. ഞങ്ങളെ എൻ്റെ ഉമ്മച്ച ക്യാൻസർ പേഷ്യൻ്റ് ആണ്. എല്ലാം ശിഫയായി കിട്ടാൻ ഞങ്ങളിപ്പോൾ പ്രത്യേകമായി ദുആ ചെയ്യണേ അല്ലാഹു. ആജിലായ കാമിലായ പരിപൂർണ ശിഫ കൊടുക്കണേ തമ്പുരാനെ. തങ്ങളിപ്പോ മകന്റെ ഖൈറായ ജോലിയും വിവാഹവും പെട്ടെന്ന് ശരിയാവാൻ സന്തോഷമുള്ള കുടുംബജീവിതം കിട്ടാൻ
പ്രത്യേകമായി ദുആ ചെയ്യണം ഇൻഷാ അല്ലാഹ്. ഖൈറായ ഒരു കുടുംബ ജീവിതം നീ എത്രയും പെട്ടെന്ന് നീ അടുപ്പിച്ചു കൊടുക്കണം അല്ലാഹ്. ഖൈറായ ജോലി എത്രയും പെട്ടെന്ന് നീ അടുപ്പിച്ചു കൊടുക്കണം അല്ലാഹ്. കടങ്ങൾ വിടാൻ നമ്മളിപ്പോൾ പ്രത്യേകമായി ദുആ ചെയ്യണം അല്ലാഹുവേ. വീട്ടാനുള്ള മാർഗ്ഗം നീ എളുപ്പമാക്കി കൊടുക്കണം അല്ലാഹ്. മോനെ ഖൈറായ ജോലി വേഗം ശരിയായി കിട്ടാൻ, വിഷമങ്ങളും പ്രയാസങ്ങളും മാറി കിട്ടാൻ നമ്മളിപ്പോൾ ദുആ ചെയ്യണം അല്ലാഹുവേ. ഖൈറായ ജോലി എത്രയും പെട്ടെന്ന് നീ അടുപ്പിച്ചു കൊടുക്കണം അല്ലാഹ്. വിഷമങ്ങളും പ്രയാസങ്ങളും നീ മാറ്റി കൊടുക്കണം അല്ലാഹ്. കടങ്ങൾ വിടാൻ ദുആ ചെയ്യണേ. ഭർത്താവിൻ്റെ ജോലിയിൽ ബർക്കത്തുണ്ടാവാൻ, മകളുടെ പഠനത്തിൽ പുരോഗതി ഉണ്ടാവാൻ നമ്മളിപ്പോൾ പ്രത്യേകമായി ദുആ ചെയ്യണേ അല്ലാഹുവേ. ഖൈറും ബർക്കത്തും നീ കൊടുക്കണം അല്ലാഹ്. മക്കളുടെ ജോലിയിലെല്ലാം നീ പുരോഗതി കൊടുക്കണം അല്ലാഹ്. പുരോഗതി കൊടുക്കണം അല്ലാഹ്. പഠനത്തിൽ പുരോഗതി കൊടുക്കണേ തമ്പുരാനെ. എൻ്റെ മകൾ ടീച്ചറാവാൻ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അവൾക്കൊരു ജോലിയാവാനും മക്കൾ തമ്മിൽ ഐക്യവും സ്നേഹവും ഉണ്ടാവാൻ ദുആ ചെയ്യണേ ഇൻഷാ അല്ലാഹ്. എൻ്റെ ബിസിനസ്സിൽ ഖൈറും ബർക്കത്തും ഉണ്ടാവാൻ ദുആ ചെയ്യണേ ഇൻഷാ അല്ലാഹ്. എൻ്റെ അമ്മായിക്ക് സുഖമില്ല, ഷുഗറാണ്, കിഡ്നിക്ക് പ്രശ്നമാണ്, ഭയങ്കര ചുമയാണ്. ശിഫയാവാൻ ദുആ ചെയ്യണം അല്ലാഹു. ആജിലായ കാമിലായ പരിപൂർണ ശിഫ കൊടുക്കണം അല്ലാഹ്. എല്ലാ മുറാദും ഹസിലാവാൻ ദുആ ചെയ്യണം. മഹത്തുള്ള ഹക്ക് ജാവ് ബർക്കത്ത് കൊണ്ട് ഈ ലോകത്തും ഞങ്ങളെ നീ വിജയിപ്പിക്കണം അതാ ഇൻഷാ അല്ലാഹ്. ദുആയിൽ ഉൾപ്പെടുത്തണേ ഞങ്ങളെ ഇൻഷാ അല്ലാഹ്. ഞങ്ങളെ ആഖിബത്ത് നന്നാവാൻ ദുആ ചെയ്യണേ ഇൻഷാ അല്ലാഹ്. അല്ലാഹു ആഖിബത്തിനെ നന്നാക്കണം അല്ലാഹ്. ദുആ ചെയ്യണേ. ഞങ്ങളെ ഫാമിലിയിൽ വല്ലാത്ത വിഷമമുണ്ട്, ദുആ ചെയ്യണേ ഇൻഷാ അല്ലാഹ്. എൻ്റെ മകളുടെ അസുഖം മാറാൻ ദുആ ചെയ്യണേ. എൻ്റെ മോൻ്റെ സ്വഭാവം നന്നാവാൻ ദുആ ചെയ്യണം ഇൻഷാ അല്ലാഹ്. ഉസ്താദിൻ്റെ വീട് എവിടെയാണ്? മലപ്പുറം ജില്ലയിൽ പരപ്പനങ്ങാടി താനൂർ തിരൂർ റോട്ടിൽ ഓലപ്പീടിക എന്ന സ്ഥലത്താണ് ഇൻഷാ അല്ലാഹ്. ഞങ്ങളെ ദുആ ചെയ്യണം. ആമീൻ. ഭർത്താവും മക്കളും നിസ്കരിക്കാനുള്ള മനസ്സുണ്ടാവാൻ ദുആ ചെയ്യണേ. ഭർത്താവിൻ്റെ അസുഖം മാറാൻ, കടങ്ങൾ വിടാൻ ദുആ ചെയ്യണേ ഇൻഷാ അല്ലാഹ്. ഭർത്താവിന് മക്കൾക്കും നിസ്കരിക്കാനുള്ള നല്ല മനസ്സ് നീ കൊടുക്കണം അല്ലാഹ്. കടങ്ങൾ നീ വീട്ടിൽ കൊടുക്കണം അല്ലാഹ്. ആമീൻ ആമീൻ. 13 ലക്ഷം കടമുണ്ട്, ദുആ ചെയ്യണേ ഇൻഷാ അല്ലാഹ്. കടങ്ങളെ വീട്ടാനുള്ള മാർഗ്ഗം നീ എളുപ്പമാക്കി കൊടുക്കണം അല്ലാഹ്. എല്ലാ മുറാദും ഹസ്സലാവാൻ ദുആ ചെയ്യണേ. അങ്ങനെ ധാരാളം ദുആ വസിയത്തുകൾ എല്ലാവരുടെയും ഹലാലായ മുറാദിനെ നീ ഹസ്സനാക്കണം അല്ലാഹ്. അവരുടെ ഉദ്ദേശം നീ സഫലീകരിച്ചു കൊടുക്കണം അല്ലാഹ്. നീ പൂർണ്ണീച്ചു കൊടുക്കണം അല്ലാഹ്. നീ പൂർണ്ണീച്ചു കൊടുക്കണേ തമ്പുരാനെ ഇൻഷാ അല്ലാഹ്. ഇൻഷാ അല്ലാഹ്. ധാരാളം ആളുകൾ ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുണ്ട്. ഓരോരോ മുറാദുകൾ മനസ്സിൽ കരുതിക്കൊണ്ട് മജ്ലിസിൽ പങ്കെടുക്കുന്നവരുണ്ട് ഇൻഷാ അല്ലാഹ്. എല്ലാവർക്കും വേണ്ടി നമുക്ക് ദുആ ചെയ്യാം. ദുആ ചെയ്യാം. അല്ലാഹു സ്വീകരിക്കട്ടെ, അല്ലാഹു ഖബൂലാക്കട്ടെ. آمين. الحمد لله الحمد لله الحمد لله رب العالمين حمدا يوافي نعمه ويكافئ مزيدا. اللهم صل على سيدنا محمد الفاتح لما علق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم. يا رحمن يا الله، يا ملك يا الله، يا قدوس يا الله، يا سلام يا الله، يا مؤمن يا الله، يا معين يا الله، يا عزيز يا الله، يا جبار يا الله، يا متكبر يا الله، يا خالق يا الله، يا رافع يا الله، يا مذل يا الله، يا سميع يا الله، يا ذا الجلال والإكرام يا الله. حسبنا الله ونعم الوكيل، نعم المولى ونعم النصير. حسبنا الله ونعم الوكيل، نعم المولى ونعم النصير. حسبنا الله ونعم الوكيل، نعم المولى ونعم النصير. يا ودود يا ودود يا ودود يا الله. أرحم الراحمين يا راجاد راجنايا ملك الجبار يا مالك الملوك يا الله. ഞങ്ങളുടെ ദുആഇനെ നീ സ്വീകരിക്കണേ അല്ലാഹ്. നീ കബൂൽ ചെയ്യണേ അല്ലാഹ്. അർഹമർ റഹീമീനായ തമ്പുരാനെ, അടിമകളായി ഞങ്ങൾ യജമാനനായി നിന്നിലേക്ക് ഉയർത്തുന്ന കരങ്ങളെ നീ ഖൈബാക്കി തട്ടിക്കളയല്ലേ അല്ലാഹ്. നീ ഖൈബാക്കി തട്ടിക്കളയല്ലേ അല്ലാഹ്. നീ ഖൈബാക്കി തട്ടിക്കളയല്ലേ അല്ലാഹ്. ഞങ്ങളെ ഹൃദയങ്ങളെ നീ ശുദ്ധീകരിക്കണേ അല്ലാഹ്. ഹൃദയങ്ങളെ നീ ശുദ്ധീകരിക്കണേ അല്ലാഹ്. ഹസദില്ലാത്ത കിബ്റില്ലാത്ത നല്ല സംശുദ്ധമായ ഹൃദയങ്ങളാക്കണേ അല്ലാഹ്. ഹൃദയങ്ങളാക്കണേ തമ്പുരാനെ. ഈ പവിത്രമാക്കപ്പെട്ട ദിനത്തിൽ അല്ലാഹ് ഞങ്ങളിതാ നിന്നിലേക്ക് ഉയർത്തുന്ന കരങ്ങളെ നീ സ്വീകരിക്കണേ അല്ലാഹ്. നീ കബൂലാക്കണേ അല്ലാഹ്. ഞങ്ങളെ ദുആ
ഞങ്ങൾക്ക് നീ ഉത്തരം നൽകണേ അല്ലാ, ഉത്തരം നൽകണേ തമ്പുരാനെ. ഞങ്ങളെ മജ്ലിസിൽ ഞങ്ങൾ ചൊല്ലിയ ദിക്റുകൾ നീ സ്വീകരിക്കണേ അല്ലാ, നീ കബൂലാക്കണേ അല്ലാ. ധാരാളം മുറാദുകൾ അവർ ഈ മജ്ലിസിൽ പങ്കെടുക്കുന്നവരുണ്ട് അല്ലാ, നീ സ്വീകരിക്കണേ അല്ലാ, നീ കബൂലാക്കണേ അല്ലാ. ഈ ദിവസത്തിന്റെ ഹക്ക് ജാ ബർക്കത്ത് കൊണ്ട്, മാസത്തിന്റെ ഹക്ക് ജാ ബർക്കത്ത് കൊണ്ട് അല്ലാഹുവേ, ഞങ്ങളിൽ കഴിഞ്ഞു പോയ മാസത്തിന്റെ ഹക്ക് ജാ ബർക്കത്ത് കൊണ്ട് അല്ലാഹുവേ, അവരെ മുറാദ് നീ ഹാസിലാക്കണേ അല്ലാ, അവരുടെ ഉദ്ദേശങ്ങൾ നീ സഫലീകരിച്ച് നൽകണേ അല്ലാ. ധാരാളം മുറാദുള്ളവർ തങ്ങളെ ദുആ ചെയ്യണേ, മജ്ലിസിൽ പ്രത്യേകമായി ദുആ ചെയ്യണമെന്ന് വസിയത്ത് ചെയ്തവരുണ്ട് അല്ലാ. അവരെ മുറാദ് അല്ലാ ഞാൻ പറയാതെ തന്നെ നിനക്കറിയാമല്ലോ തമ്പുരാനെ, നീ ഹാസിലാക്കി കൊടുക്കണേ അല്ലാ, നീ ഹാസിലാക്കി കൊടുക്കണേ അല്ലാ. നമ്മളെ മജ്ലിസിനെ ഹൃദയത്തോട് ചേർത്ത് വെക്കുന്നവര് എൻ്റെ സഹോദരിമാര് ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുണ്ട് അല്ലാ. ഭർത്താക്കന്മാരെ കാര്യം പറഞ്ഞ് ദുആ കൊണ്ട് വസിയത്ത് ചെയ്ത എൻ്റെ സഹോദരിമാരുണ്ട് അല്ലാ. ഭർത്താക്കന്മാരെ നന്നാക്കണേ അല്ലാ. അല്ലാഹു അവർക്ക് ഹൈറായ ജോലി കൊടുക്കണേ അല്ലാ. ജോലി ഉള്ളവർക്ക് അതിൽ വലിയ ബർക്കത്ത് കൊടുക്കണേ അല്ലാ, അഭിവൃദ്ധി കൊടുക്കണേ അല്ലാ, അഭിവൃദ്ധി കൊടുക്കണേ അല്ലാ. അല്ലാഹു അവരെ ദുശീലങ്ങളെ നീ മാറ്റി കൊടുക്കണേ അല്ലാ, അവരെ സ്വഭാവങ്ങളെ നന്നാക്കണേ അല്ലാ, അവരെ ജീവിതത്തിൽ ഐക്യം നീ പ്രദാനം ചെയ്യണേ അല്ലാ. റാഹത്തോടുകൂടി മനസ്സമാധാനത്തോടുകൂടി മരണം വരെ ജീവിക്കാൻ അവർക്ക് ഭാഗ്യം കൊടുക്കണേ അല്ലാ. മക്കളെ കാര്യം പറഞ്ഞുകൊണ്ട് ദുആ കൊണ്ട് വസിയത്ത് ചെയ്ത എൻ്റെ സഹോദരിമാരുണ്ട് അല്ലാ, എൻ്റെ സഹോദരന്മാരുണ്ട് അല്ലാ. മക്കളെ നന്നാക്കണേ അല്ലാ, റൗഡികളും തമ്മാടികളും ആക്കല്ലേ അല്ലാ. ലഹരിക്കടിമപ്പെടുന്ന മക്കളാക്കി ഞങ്ങളെ മക്കളെ മാറ്റല്ലേ അല്ലാ. മക്കളെ കാരണത്താൽ കണ്ണീര് വാർക്കേണ്ട ഒരവസ്ഥ അല്ലാഹുവേ, ഈ മജ്ലിസ് കാണുന്ന ഒരു മാതാപിതാക്കൾക്കും അല്ലാഹുവേ നീ കൊടുക്കല്ലേ അല്ലാ, നീ കൊടുക്കല്ലേ അല്ലാ. റൗഡികളാക്കല്ലേ അല്ലാ, തമ്മാടികളാക്കല്ലേ അല്ലാ. വീടിനും നാട്ടുകാർക്കും വീട്ടുകാർക്കും ഉപകരിക്കുന്ന നല്ല സ്വാലിഹീങ്ങളായ മക്കളെയാക്കണേ അല്ലാ, മക്കളാക്കണേ അല്ലാ, മക്കളാക്കണേ അല്ലാ. കടമാണ് തങ്ങളെ, വലിയ പ്രയാസത്തിലാണ് തങ്ങളെ, ലക്ഷക്കണക്കിന് കടമുണ്ട്, കോടിക്കണക്കിന് കടമുണ്ട്. തങ്ങളെ ദുആ ചെയ്യണമെന്ന് വസിയത്ത് ചെയ്തവരുണ്ട് അല്ലാ. ഈ നല്ല ഒരു ദിവസത്തിൽ അല്ലാ, സുബ്ഹി നിസ്കാരം കഴിഞ്ഞ് ഞങ്ങൾ ഉയർത്തുന്ന കരങ്ങളെ അല്ലാ നീ തട്ടി മാറ്റല്ലേ അല്ലാ. അവരെ കടങ്ങൾ നീ തീർത്തു കൊടുക്കണേ അല്ലാ. അല്ലാഹുവേ, ലക്ഷക്കണക്കിന് കടമുണ്ടെങ്കിലും കോടിക്കണക്കിന് കടമുണ്ടെങ്കിലും അല്ലാഹുവേ തീർക്കാനുള്ള മാർഗം നീ എളുപ്പമാക്കണേ അല്ലാ. ഷഹീദിന് പോലും പൊറുക്കാത്ത കടബാധ്യത അല്ലാ ഞങ്ങൾക്ക് നീ നൽകല്ലേ അല്ലാ, നീ നൽകല്ലേ അല്ലാ. ഞങ്ങളെ കണ്ണടയുന്നതിന് മുമ്പ് കടങ്ങൾ വീട്ടാനുള്ള മാർഗം നീ എളുപ്പമാക്കണേ അല്ലാ, നീ എളുപ്പമാക്കണേ തമ്പുരാനെ. ഒരു വീടില്ല തങ്ങളെ ദുആ ചെയ്യണമെന്ന് പറഞ്ഞവരുണ്ട് അല്ലാ. ഹൈറായ ഭവനം നീ പ്രദാനം ചെയ്യണേ അല്ലാ, ഹൈറായ ഭവനം നീ പ്രദാനം ചെയ്യണേ തമ്പുരാനെ, റഹ്മാൻ റഹീമീനായ തമ്പുരാനെ. മക്കളെ കാര്യം പറഞ്ഞുകൊണ്ട് അവരെ വിവാഹ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുണ്ട് അല്ലാ. ഒരു ഇണകളെ നീ അടുപ്പിക്കണേ അല്ലാ, സ്വലീഹീങ്ങളായ ഇണകളെ നീ അടുപ്പിക്കണേ അല്ലാ, നീ അടുപ്പിച്ച് കൊടുക്കണേ അല്ലാ. അവരുടെ ജോലി കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് പ്രയാസം പറഞ്ഞു ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുണ്ട് അല്ലാ. ഹൈറായ ജോലി മക്കൾക്ക് നീ പ്രദാനം ചെയ്യണേ അല്ലാ. വിസിറ്റിങ്ങിന് പോയതാണ് തങ്ങളെ, 3-4 മാസമായി റൂമിലാണ്. CV ധാരാളം ഓഫീസുകളിൽ കൊടുത്തു, ഒരു വിളിയുമില്ല തങ്ങളെ. ദുആ ചെയ്യണമെന്ന് പറഞ്ഞവരുണ്ട് അല്ലാ, സങ്കടം പറഞ്ഞവരുണ്ട് അല്ലാ. മക്കൾക്ക് ഹൈറായ ജോലി നീ പ്രദാനം ചെയ്യണേ അല്ലാ, നീ പ്രദാനം ചെയ്യണേ അല്ലാ. അർഹമുർ റഹീമീനായ അല്ലാ, ഞങ്ങളെ നന്നാക്കണേ അല്ലാ. അല്ലാഹുവേ, ഞങ്ങൾക്ക് നീ നല്ല മനസ്സ് നീ നൽകണേ അല്ലാ. ധാരാളം
ധാരാളം രോഗികൾ ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുണ്ട് അല്ലാ. രോഗങ്ങളെ നീ പരിപൂർണമായി ശിഫാ നീ നൽകണേ അല്ലാ. മാരകമായ ക്യാൻസർ ഞങ്ങൾക്ക് നീ നൽകല്ലേ അല്ലാ. ട്യൂമർ ഞങ്ങൾക്ക് നീ നൽകല്ലേ അല്ലാ. അറ്റാക്ക് ഞങ്ങൾക്ക് നീ നൽകല്ലേ അല്ലാ. അല്ലാഹുവേ നിത്യ രോഗികളാക്കി ഞങ്ങളെ മാറ്റല്ലേ അല്ലാ. പ്രഷർ ഞങ്ങൾക്ക് നീ നൽകല്ലേ അല്ലാ. പ്രമേഹം ഞങ്ങൾക്ക് നീ നൽകല്ലേ അല്ലാ. അല്ലാഹുവേ കൊളസ്ട്രോൾ ഞങ്ങൾക്ക് നീ നൽകല്ലേ അല്ലാ. ഊരവേദനയിൽ പ്രയാസപ്പെടുന്നവർ ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുണ്ട് അല്ലാ. നീ ശിഫാ പ്രദാനം ചെയ്യണേ അല്ലാ. കാൽവേദനയിൽ പ്രയാസപ്പെടുന്നവർ ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുണ്ട് അല്ലാ. അല്ലാഹുവേ നീ പരിപൂർണമായി ശിഫാ നീ പ്രദാനം ചെയ്യണേ അല്ലാ. കിഡ്നി സംബന്ധമായ രോഗികള്, ലിവർ സംബന്ധമായ രോഗികള്, വയറ് സംബന്ധമായ രോഗികള്, ഹൃദയ സംബന്ധമായ രോഗികള്, അല്ലാഹുവേ തല സംബന്ധമായ രോഗികള്, കാത് സംബന്ധമായ രോഗികള്, കൺ സംബന്ധമായ രോഗികള്, അല്ലാഹുവേ നീ പരിപൂർണ ശിഫാ പ്രദാനം ചെയ്യണേ അല്ലാ. മൈഗ്രീന്റെ തലവേദനയിൽ പ്രയാസപ്പെടുന്നവരുണ്ട് അല്ലാ. ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുണ്ട് അല്ലാ. നീ പരിപൂർണ ശിഫാ നീ പ്രദാനം ചെയ്യണേ അല്ലാ. കൺകാഴ്ച മങ്ങി വരുന്നവർ ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുണ്ട് അല്ലാ. കാഴ്ച ശക്തി നീ പ്രദാനം ചെയ്യണേ അല്ലാ. കേൾവി ശക്തി കുറഞ്ഞു വരുന്നവരുണ്ട് അല്ലാ. അല്ലാഹുവേ കേൾവി ശക്തി നീ പ്രദാനം ചെയ്യണേ അല്ലാ. ഞങ്ങളെ ശരീരത്തിൽ അല്ലാ ഒരു രോഗവും നീ നൽകല്ലേ അല്ലാ. നീ നൽകല്ലേ തമ്പുരാനെ. അല്ലാഹുവേ ഞങ്ങൾ സമ്പാദിച്ച സമ്പത്ത് മുഴുവൻ ഹോസ്പിറ്റലിൽ പോയി കൊണ്ടുപോയി കെട്ടിവെക്കേണ്ട അസുഖങ്ങൾ ഞങ്ങൾക്ക് നീ നൽകല്ലേ അല്ലാ. നീ നൽകല്ലേ അല്ലാ. നീ നൽകല്ലേ അല്ലാ. മൂത്രത്തിന് പൈപ്പിട്ട്, കാഷ്ടത്തിന് പൈപ്പിട്ട്, ഭക്ഷണത്തിന് പൈപ്പിട്ട് ഒരു മൂലയിൽ കിടക്കേണ്ട അസുഖങ്ങൾ ഞങ്ങൾക്ക് നീ നൽകല്ലേ അല്ലാ. നീ നൽകല്ലേ തമ്പുരാനെ. മരണം ഹൈറാകുന്ന സമയത്ത് എല്ലാവരുടെ സാന്നിധ്യത്തിൽ നല്ലത് ചൊല്ലിപ്പറഞ്ഞു മരിക്കുന്ന മുത്തഖീങ്ങളിൽ ഞങ്ങളെ ചേർക്കണേ അല്ലാ. ഞങ്ങളെ ചേർക്കണേ അല്ലാ. റഹ്മാനായ അല്ലാ ധാരാളം പ്രവാസികളെ ഞങ്ങളെ മജ്ലിസ് കാണുന്നവരുണ്ട് അല്ലാ. ഞങ്ങളെ മജ്ലിസിനെ ഹൃദയത്തോട് ചേർത്ത് വെക്കുന്നവരുണ്ട് അല്ലാ. മജ്ലിസിലേക്ക് സഹായിക്കുന്നവരുണ്ട് അല്ലാ. സഹകരിക്കുന്ന പ്രവാസികളുണ്ട് അല്ലാ. എൻ്റെ പ്രവാസികളെ നീ കൊയക്കല്ല അല്ലാ. നീ തളർത്തല്ല അല്ലാ. അവർക്ക് ബുദ്ധിമുട്ട് കൊടുക്കല്ല അല്ലാ. അവർക്ക് ഇടങ്ങേറുകൾ കൊടുക്കല്ല അല്ലാ. അവിടുന്ന് മരണപ്പെട്ട് പെട്ടീനാക്കി ജനാസ നാട്ടിലേക്ക് കൊണ്ടുവരുന്ന അവസ്ഥ ഒരു പ്രവാസിക്ക് നീ കൊടുക്കല്ല അല്ലാ. അല്ലാഹുവേ ആമീൻ പറയുന്ന ഒരു ആമീൻ പറയുന്ന പ്രവാസികളുടെ ഭാര്യമാരുണ്ട് അല്ലാ. അവർക്ക് കൊടുക്കല്ല അല്ലാ. നീ കൊടുക്കല്ല തമ്പുരാനെ. തനാസുൽ മാറി കിട്ടിയിട്ടില്ല തങ്ങളെ. ഇഖാമ റെഡിയായിട്ടില്ല. ദുആസിനെന്ന് വസിയത്ത് ചെയ്തവരുണ്ട് അല്ലാ. ആ പ്രയാസങ്ങൾ നീ മാറ്റി കൊടുക്കണേ അല്ലാ. ഞങ്ങൾക്ക് റാഹത്ത് നീ പ്രദാനം ചെയ്യണേ അല്ലാ. അല്ലാഹുവേ ധാരാളം ദ്വീപിലുള്ള എൻ്റെ സഹോദരന്മാർ ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുണ്ട് അല്ലാ. എൻ്റെ ദ്വീപുകാരൻ നീ കൊയക്കല്ല അല്ലാ. നീ തളർത്തല്ല അല്ലാ. അവർക്ക് ബുദ്ധിമുട്ട് കൊടുക്കല്ല അല്ലാ. അവർക്ക് ഇടങ്ങേറുകൾ കൊടുക്കല്ല അല്ലാ. ഞങ്ങളുമായി അഭേദ്യമായ ബന്ധമുള്ളവരാണ് ദ്വീപുകാർ. അവരെ കൊയക്കല്ല അല്ലാ. നീ തളർത്തല്ല തമ്പുരാനെ. ധാരാളം ആളുകൾ മജ്ലിസ് അല്ലാ ഒരു മജ്ലിസ് പോലും മുടക്കാത്തവരുണ്ട് അല്ലാ. അവരെ നീ കൊയക്കല്ല അല്ലാ. അവർക്ക് പ്രയാസം കൊടുക്കല്ല അല്ലാ. അവർക്ക് ബുദ്ധിമുട്ട് കൊടുക്കല്ല അല്ലാ. അല്ലാഹുവേ ഞങ്ങൾ ചൊല്ലുന്ന ദിക്റിന്റെ ഹക്ക് ബർക്കത്ത് കൊണ്ട് അവരെ കടങ്ങളെ നീ വീട്ടി കൊടുക്കണമല്ലാ. അവരെ പ്രയാസങ്ങൾ നീ തീർത്തു കൊടുക്കണമല്ലാ. അവരെ മുസീബത്തുകളെ നീ തീർത്ത് സലാമത്തവർക്ക് നീ പ്രദാനം ചെയ്യണമല്ലാ. ഞങ്ങൾ വാഹനങ്ങളിൽ സഞ്ചരിക്കുന്നവരാണ് അല്ലാ. ആക്സിഡന്റ് അപകട മരണങ്ങളല്ലാ ഞങ്ങൾക്ക് നീ നൽകല്ല അല്ലാ. നടുറോട്ടിൽ നിന്ന് പെറുക്കിയെടുത്ത് പോസ്റ്റ്മോർട്ടം ചെയ്യുന്ന മയ്യത്താക്കി ഞങ്ങളെ മയ്യത്തിനെ നീ മാറ്റല്ല അല്ലാ. നീ മാറ്റല്ല തമ്പുരാനെ. ധാരാളം സഹോദരിമാരിന്റെ സഹോദരന്മാര് കമന്റ് ബോക്സിൽ ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുണ്ട് അല്ലാ. എല്ലാ മജ്ലിസിന്റെ അടിയിലും കമന്റ് ബോക്സിൽ ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുണ്ട് അല്ലാ. അവരെ മുറാദിനെ നീ ഹാസിലാക്കണേ അല്ലാ. അവരുടെ ഉദ്ദേശങ്ങൾ നീ സഫലീകരിച്ചു കൊടുക്കണേ അല്ലാ. അവരുടെ പ്രയാസങ്ങൾ നീ തീർത്തു കൊടുക്കണേ അല്ലാ.
അല്ലാഹുവേ അവർക്കും ഞങ്ങൾക്കും നീ റാഹത്ത് പ്രദാനം ചെയ്യണേ അല്ലാഹ്. ഐശ്വര്യം ഞങ്ങളുടെ ജീവിതത്തിൽ നിറക്കണം അല്ലാഹ്. ധാരാളം ആളുകൾ ഞങ്ങൾ ഇന്ന് മൗത്തായി പോയി അല്ലാഹ്. ഞങ്ങളെ മജ്ലിസ് കണ്ടുകൊണ്ടിരുന്നവര്, കഴിഞ്ഞ വർഷം നമ്മളെ മജ്ലിസിൽ പങ്കെടുത്തവര് ഇന്ന് ഖബറിലാണ് അല്ലാഹ്. 6 അടി മണ്ണിലാണ് തമ്പുരാനെ. അവർക്ക് നീ പുറത്തു കൊടുക്കണേ അല്ലാഹ്. അവരെ ഖബറുടെ നീ റാഹത്തിലാക്കണേ അല്ലാഹ്. സ്വർഗ്ഗ സന്തോഷപൂരിതമാക്കണേ അല്ലാഹ്. സ്വർഗ്ഗത്തിൽ നിന്നൊരു ഫിറാശ് അവരെ ഖബറിലേക്ക് നീ വിരിപ്പിച്ചിട്ട് കൊടുക്കണേ തമ്പുരാനെ. അല്ലാഹുവേ 10 മാസം നൊന്ത് പ്രസവിച്ച് മാറോടണച്ച അമ്മിഞ്ഞ പാല് തന്ന പൊന്നാര പൊന്നുമ്മ ഇന്ന് ഖബറിലാണ് അല്ലാഹ്. അല്ലാഹുവേ ഞങ്ങൾ ചൊല്ലുന്ന എല്ലാ ദിക്റുകളും പൊന്നുമ്മാന്റെ ഖബറിലേക്ക് ഇതിന്റെ മിസ്ല സവാബ് നീ എത്തിക്കണേ അല്ലാഹ്. നീ എത്തിക്കണേ അല്ലാഹ്. ഉമ്മാക്ക് പുറത്തു കൊടുക്കണേ അല്ലാഹ്. ഉമ്മാക്ക് മാപ്പ് ചെയ്യണേ അല്ലാഹ്. അല്ലാഹുവേ ഉമ്മ ചെയ്ത ജീവിതകാലത്ത് ചെയ്ത എല്ലാ അമാലുകളും ഖബറിൽ കൂട്ടാളിയാക്കണേ അല്ലാഹ്. ഖബറിൽ കൂട്ടാളിയാക്കണേ അല്ലാഹ്. അല്ലാഹുവേ ഞങ്ങൾ ഈ നിലയിലാവാൻ വേണ്ടി മെഴുകുതിരി ഒരുക്കി തീർന്നതുപോലെ ഒരുക്കി തീർന്ന പൊന്നാര പൊന്നുപ്പ ഇന്ന് ഖബറിലാണ് അല്ലാഹ്. ഉപ്പ ഇന്ന് ഖബറിലാണ് തമ്പുരാനെ. ഉപ്പാക്ക് പുറത്തു കൊടുക്കണം അല്ലാഹ്. ഉപ്പ ചെയ്ത എല്ലാ അമാലുകളും ഖബറിൽ കൂട്ടാളിയാക്കണം അല്ലാഹ്. ഖബറിൽ കൂട്ടാളിയാക്കണം അല്ലാഹ്. ഉപ്പാന്റെ ഖബർ കണ്ടെത്താ ദൂരത്തോളം നീ വിശാല നൽകണേ അല്ലാഹ്. വിശാല നൽകണേ അല്ലാഹ്. വിശാല നൽകണേ തമ്പുരാനെ. റഹ്മുർ റഹീമീനായ അല്ലാഹ്. ഇന്നല്ലെങ്കിൽ നാളെ ഞങ്ങളും അതുപോലെ മൗത്താകും അല്ലാഹ്. നിങ്ങളെ വീടിന്റെ ഉമ്മരപ്പടിയിൽ ഉണക്കക്കെട്ടിൽ ഞങ്ങളെ മലർത്തി അങ്ങ് കെടുത്തു അല്ലാഹ്. ഈ താടി തലയിലേക്ക് കെട്ടപ്പെടും, മൂക്കില് പഞ്ഞി തിരുകപ്പെടും അല്ലാഹ്. ആ സമയത്ത് മുഖത്തീമാനിന്റെ പ്രഭ നൽകണേ അല്ലാഹ്. മുഖത്തീമാനിന്റെ പ്രഭ നൽകണേ അല്ലാഹ്. മുഖത്തീമാനിന്റെ പ്രഭ നൽകണേ അല്ലാഹ്. ഞങ്ങളെ ജനാസയും ചുമന്ന് വയ്യോരങ്ങളിലൂടെ കൊണ്ടുപോകുന്ന സമയത്ത് ഖദ്ദിമൂനി ഖദ്ദിമൂനി എന്ന് പറയുന്ന ജനാസകളിൽ ഞങ്ങളെ ജനാസയെ ചേർക്കണേ അല്ലാഹ്. ഞങ്ങളെ ജനാസയെ ചേർക്കണേ അല്ലാഹ്. ഞങ്ങളെ ജനാസയെ ചേർക്കണേ തമ്പുരാനെ. ഊരക്ക് മുണ്ടിട്ട് ഞങ്ങളെ ഖബറിലേക്ക് ഇറക്കി വെക്കും. ഈ കവിള് മണ്ണിനോട് ചേർക്കപ്പെടുമല്ലോ. ഖബറിൽ രക്ഷ നൽകണേ അല്ലാഹ്. നിന്റെ മലാക്കന്മാരുടെ സഹായം ഖബറിൽ നൽകണേ അല്ലാഹ്. നീ നൽകണേ അല്ലാഹ്. തേളുകൾക്കും പാമ്പുകൾക്കും പുഴുക്കൾക്കും പകരം ഞങ്ങൾ ചെയ്ത അമാലുകളെ കൂട്ടാളിയാക്കണേ അല്ലാഹ്. അമാലുകളെ കൂട്ടാളിയാക്കണേ തമ്പുരാനെ. റഹ്മുർ റഹീമീനായ അല്ലാഹ്. ഉപ്പാപ്പ അഷ്റഫുൽ ഖൽഖ് ത്വഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ തിരുകരങ്ങളിൽ നിന്നും ഹൗദുൽ കൗസർ കുടിക്കുന്ന മുത്തഖീങ്ങളിൽ ഞങ്ങളെ ചേർക്കണേ അല്ലാഹ്. ഞങ്ങളെ ചേർക്കണേ അല്ലാഹ്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ തിരുക്കല്യാണം 2 കണ്ണുകൊണ്ട് കാണാൻ ഏറ്റവും ഉദവി നൽകണേ അല്ലാഹ്. ഏറ്റവും ഉദവി നൽകണേ അല്ലാഹ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. മിൻ സവാലിൽ ഈമാൻ വമിൻ ശർരി ശൈത്താൻ വമിൻ ളുൽമി സുൽത്താൻ. റബ്ബനാ ആതിനാ ഫിദ് ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബൻ നാർ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. സല്ലല്ലാഹു അലൈഹി വസല്ലം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.